ഹായ്, നമ്മുടെ അടുക്കള റെസിപ്പിയിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ വെച്ചുള്ള എരിശ്ശേരിയാണ് കേട്ടോ. നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയാണിത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് 4 കഷ്ണം മത്തങ്ങ, 2 പച്ചമുളക്, കുറച്ച് വൻപയർ ഞാൻ തലേദിവസം കുതിർത്ത് രാവിലെ വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും വൻപയർ വേണ്ട, ഇന്ന് കുറച്ചിട്ടാൽ മതി. നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ബാക്കി വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മത്തങ്ങ കട്ട് ചെയ്ത് പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് മത്തങ്ങയ്ക്ക് അധികം വേവില്ല. അപ്പോൾ നമുക്ക് മത്തങ്ങ ഒന്ന് മൂടി നിൽക്കണം, ആ വെള്ളം വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് ചാറുകറിയല്ല, നല്ലവണ്ണം പറ്റിയിരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തോളുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിക്ക് അത്രയും തന്നെ മതിയാവും. മഞ്ഞൾപ്പൊടി ഒരുപാട് കളറൊന്നും വേണ്ട ഈ കറിക്ക്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മത്തങ്ങ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം കൂടി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്താണ് വേവിക്കുന്നത്. 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മത്തങ്ങ ഒന്നും ഇവിടെ വന്നാൽ മതി കേട്ടോ. നമുക്കിതിപ്പോൾ ഒരുമാതിരി വേവായിട്ടുണ്ട്. ഒരുപാട് വെന്തിങ്ങനെ ഉടഞ്ഞു പോകണ്ട കേട്ടോ. നമുക്ക് ഒന്ന് വെന്ത് യോജിച്ചാൽ മതി. ഒരുപാട് വെന്തിങ്ങനെ പോകുമ്പോൾ കുഴഞ്ഞ പോലെ ആയിരിക്കും, നമുക്ക് കഷ്ണങ്ങളും കാണണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നുകൂടെ വെച്ച് വേവിച്ചെടുക്കാം. എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 1 മുറി തേങ്ങയൊന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് വറുത്ത് ചേർക്കണം ഇത് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, ഒരു ഉള്ളി, ഇത്രയും കൂടി നമുക്കൊന്ന് അരച്ച് കൊടുക്കണം. അപ്പോൾ ജീരകം, തേങ്ങ, ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ലവണ്ണം അരഞ്ഞു പോകണ്ട, ഒന്ന് നമ്മൾ മോരുകറിക്കൊക്കെ അരയണ പോലെ അരയണ്ട കേട്ടോ. നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. നമ്മൾ ആദ്യമേ ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ പെട്ടെന്നാണ് കേട്ടോ. കാരണം മത്തങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ അരപ്പും കൂടെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമുക്ക് ഇത് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കാം. നമ്മളിത് അരയ്ക്കുമ്പോഴേ ആ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം ഒന്ന് അരഞ്ഞോളും കേട്ടോ. അല്ലെങ്കിൽ കുരുമുളക് ഇടയ്ക്കിടയ്ക്ക് അടിക്കും. വയ്ക്കുമ്പോൾ കുരുമുളക് ചവയ്ക്കും. അതുകൊണ്ട് ചതച്ചൊന്നിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് ചേർത്തേക്കണത്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് ഇളക്കരുത് കേട്ടോ. നമുക്കൊന്ന് പതുക്കെ ഇളക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ വറ്റാനായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ നിങ്ങൾ ഇളക്കണം, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞ പോലെ ആയിപ്പോവും. ഓറ് വെള്ളമാണ് അതിൻ്റെ അകത്തുനിന്നുണ്ടെങ്കിൽ ഇട്ട് മാറ്റാൻ കേട്ടോ. ഒരുപാട് വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് കൂടെ ഒന്ന് വേവിക്കുമ്പോൾ റെഡി ആയിക്കോളും. വെള്ളം അധികം ഇല്ല കണ്ടോ. ആ അരപ്പും കൂടെ ചേർക്കുമ്പോൾ റെഡിയാവും. നമുക്കിതിലേക്ക് ഒരു തണ്ട് വേപ്പില ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കണ വൻപയറില്ലേ, അതിൻ്റെ അകത്തുനിന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. വൻപയർ മെയിനായിട്ട് നിൽക്കണ്ട, ഒരു കുറച്ചിട്ടാൽ മതി. നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഞാൻ വൻപയറിൻ്റെ അകത്ത് ഒരു ഇത്തിരി ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ഉപ്പും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ വൻപയറിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കാതെ വേവിച്ച് കഴിഞ്ഞാൽ അതിന് ഉപ്പുണ്ടാവില്ല വൻപയറിന്. അപ്പോൾ നമുക്ക് നമ്മൾ നല്ലോണം ഒന്നുകൂടെ കിടന്ന് അതിൻ്റെ കൂടെ യോജിക്കട്ടെ കേട്ടോ. അപ്പോൾ വേണ്ട, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ഒരു ഇത്തിരി വെള്ളമേ ഉള്ളൂ. നമുക്കിനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കടുക് വറുത്ത് ചേർക്കണത് ഞാൻ കാണിക്കാം കേട്ടോ. കടുക് വറുത്ത് നമുക്ക് തേങ്ങയും കൂടി വറുത്തിടണം. നമ്മുടെ കറിയിലിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളമില്ല. നല്ലോണം പറ്റി അരപ്പൊക്കെ ആയിട്ട് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ കടുക്, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് അതിലേക്ക് വേണം നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് ചേർക്കാം. തേങ്ങ അല്ലാതെ തന്നെ വറുത്ത് ചേർക്കാം, അതും കൂടെ ചെയ്യാം കേട്ടോ. തേങ്ങ അല്ലാതെ തന്നെ വറുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുത്തുകൊണ്ട് വരാം. നമ്മൾ കടുകൊക്കെ വറുത്ത് തേങ്ങ വറുത്ത് ചേർക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ മൂക്കാൻ വേണ്ടിയിട്ട് എണ്ണ വേണം കേട്ടോ. എണ്ണ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചേക്കണത്. സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന എരിശ്ശേരിക്കൊക്കെ കുറച്ച് എണ്ണയൊക്കെ വേണമല്ലോ. അപ്പോൾ അത് തേങ്ങയൊക്കെ വറുത്തിടുന്നതിനായിട്ടാണ് അത്ര എണ്ണ ഒഴിച്ചത്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളകും വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം വറുത്തെടുക്കാം. ഇത് നല്ലോണം മൂപ്പിച്ചെടുത്തോണ്ട് വരാം കേട്ടോ. നമ്മൾ കറിയിലേക്ക് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയും മുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടെ വറുത്ത് ഇട്ടതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തേക്കും കൂടി. അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സർവിംഗ് ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തവണത്തെ ഓണസദ്യയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.